ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വ്യക്തിയാണ്, ആരൺ റോൾസ്റ്റൺ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തി അറിയായിരിക്കും. നിങ്ങളിൽ പലരെയും പോലെ പുള്ളി യാത്രയെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. എന്താ പറയുക, നമ്മൾ ബയോസിലൊക്കെ എഴുതാറില്ലേ ട്രാവൽ അഡിക്റ്റ്, അതുപോലെ ഒരു എക്സ്ട്രീം ട്രാവൽ അഡിക്റ്റ് ആയിരുന്നു ആരൺ റോൾസ്റ്റൺ. പുള്ളിക്കാരൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്, ലൈഫ് സ്റ്റോറി. ഹിസ് മെയിൻ ഹോബി വാസ് മൗണ്ടൻ ക്ലൈംബിങ്. റിസ്ക് എടുക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്പോർട്സിലൊക്കെ നല്ല താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഫ്രണ്ട്സും ഫാമിലിയും അറിയാണ്ട് ഹി ഡിസൈഡഡ് ടു ഗോ ഫോർ മൗണ്ടൻ ക്ലൈംബിങ്. ഹി വാസ് ഓൾ റെഡി വിത്ത് ഹിസ് ഫുഡ്, വാട്ടർ, ബാക്ക് പാക്ക് ആൻഡ് ഓൾ വാസ് ready, and he set out to a place in USA named Utah. അപ്പോൾ ഈ യൂട്ട എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഹി സോ എ ക്യാനിയൻ. ക്യാനിയൻ എന്ന് പറയുമ്പോൾ മലയിടുക്കാണ്, നമുക്കറിയാം. അപ്പം ഇറ്റ്സ് എ വെരി അഡ്വെഞ്ചറസ് പ്ലേസ്. അപ്പോൾ ഇത് കണ്ടതും ആരൺ വാസ് ലൈക്ക്, ഐ നീഡ് ടു ക്ലൈംബ് ഡൗൺ ദ ക്യാനിയൻ, ഐ നീഡ് ടു നോ വാട്ട് ഈസ് അണ്ടർ ഇറ്റ്, ആൻഡ് ഹി വാസ് സോ എക്സൈറ്റഡ്. അപ്പോൾ ഈ മലയിടുക്കിൻ്റെ നടുക്ക് പുള്ളി ക്ലൈംബ് ചെയ്യാൻ തുടങ്ങി. മലയിടുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രണ്ട് മല ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് സോ നാരോ ആൻഡ് ട്രാവലിംഗ് ത്രൂ ഇറ്റ് വിൽ ബി വെരി റിസ്കി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വെരി അഡ്വെഞ്ചറസ്. സോ ആസ് ഹി വാസ് ക്ലൈംബിംഗ് ഡൗൺ, അറിയാണ്ട് പുള്ളിയുടെ കാല് തെറ്റി പുള്ളി താഴോട്ട് ചാടുകയാണ് ചെയ്തത്. ആ സമയം പുള്ളിയുടെ കൈ തെറ്റി മേളിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് പുള്ളിയോടൊപ്പം താഴോട്ട് വീണു. അപ്പോൾ ഈ താഴെ വീണ പാറക്കല്ല്, അതായത് ബോൾഡർ, നേരെ പുള്ളിയുടെ ലെഫ്റ്റ് ആമിലോട്ട് ചതഞ്ഞിരുന്നു. പുള്ളിക്ക് കൈ എടുക്കാൻ പറ്റുന്നില്ല. പാറക്കല്ലാണെങ്കിൽ മലയിടുക്കിൽ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയായിരുന്നു. സ്റ്റാൻഡിങ് ദർ ഹെൽപ്ലെസ്. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കണം, മലയിടുക്ക് എന്ന് പറയുമ്പോൾ ഒരു ആൾതാമസവും ഇല്ലാത്ത സ്ഥലമാണ്. ഹി ക്രൈഡ് ഔട്ട് ഫോർ ഹെൽപ്പ്, ബട്ട് നോ വൺ ഹേർഡ് ഹിം. ഹിസ് ആം വാസ് പെയിനിങ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആയുധം എന്ന് വെച്ചാൽ ഒരു പോക്കറ്റ് നൈഫായിരുന്നു. അപ്പോൾ അത് വെച്ച് പുള്ളി രണ്ടും കൽപ്പിച്ച് ഹി ഡിസൈഡഡ് ടു കട്ട് ഓഫ് ഹിസ് ആം. പക്ഷേ he couldn't cut off his palm because his bones were so strong. അപ്പം ഓഫ്കോഴ്സ് നമുക്കൊരു പോക്കറ്റ് നൈഫ് വെച്ച് ഒരിക്കലും നമ്മുടെ കൈ മുറിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ആയുധം എന്ന് വെച്ചാൽ അതായിരുന്നു. ബട്ട് ഹി വാസ് ഹെൽപ്ലെസ്. ആൻഡ് അങ്ങനെ പുള്ളിക്കാരൻ 1 മണിക്കൂറല്ല 2 മണിക്കൂറല്ല, ഒരു 5 ദിവസം ഇഞ്ചേർഡ് ഹാൻഡ് വെച്ച് നിൽക്കേണ്ടി വന്നു. പാറക്കല്ല് മാറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും 360 കിലോ ഉള്ള ഒരു പാറക്കല്ല് ആർക്കും മാറ്റാൻ കഴിയില്ല, അതും മലയിടുക്കിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കുമ്പോൾ. അപ്പോൾ പോക്കറ്റ് നൈഫ് ശ്രമം ഫെയിലിയർ ആയിപ്പോയി. ഹി കുഡൻറ്റ് കട്ട് ഓഫ് ഹിസ് ആം. 127 മണിക്കൂർ പുള്ളിക്കാരന് ആ ഒരു പാറക്കല്ലിൻ്റെ അടിയിൽ അങ്ങനെ കൈ വെച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഹി വാസ് ഹംഗ്രി, ഹി വാസ് തേഴ്സ്റ്റി, ഹി ഹാഡ് സം ഫുഡ് വിത്ത് ഹിം. 5 ദിവസത്തിനുള്ളിൽ ആ വെള്ളവും ആ ഭക്ഷണവും എല്ലാം തീർന്നു. അപ്പോൾ ഹി ഹാഡ് ടു ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് ഓൺ യൂറിൻ to quench his thirst. Just think of his condition. അപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും we will lose hope. പാറക്കല്ലിൻ്റെ അടിയിലിരിക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസത്തോളമായി. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നിന്നു. ഒരുമാതിരി ചത്തൊരവസ്ഥയായിപ്പോയി കൈ. He was ready to face his death. He missed his mom, he missed his dad. He thought, ഞാനൊന്ന് എൻ്റെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഈ യാത്രയെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരെന്നെ തേടി വന്നേനെ. പക്ഷേ he didn't say. He took the risk of coming alone. So he lost hope, and finally he saw his death coming up. അപ്പോൾ രണ്ടും കൽപ്പിച്ച് he closed his eyes. Lord, my death is coming up. I know I'm going to die. I won't live. I'll die. എന്നൊരു തോന്നൽ പുള്ളിക്ക് മനസ്സിൽ വന്നിട്ട് he finally closed his eyes. He knew the next time he wouldn't open his eyes. And as he was sleeping, his last sleep, he saw a vision. God gave him a vision of him playing with a child. And he recognized that child as his child. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, at that time, at that year, he didn't have a child. But he saw a vision of him playing with a child. And this stimulated his hope. ഞാൻ ജീവിക്കും, I can live, I'll overcome this എന്നൊരു തോന്നൽ പുള്ളിണ്ടായി. ആൻഡ് ഉടനെ തന്നെ പുള്ളിക്കാരൻ ആ ബോൾഡർ, ആ കല്ല് വെച്ച് തന്നെ കൈയുടെ എല്ല് ഒടിക്കാൻ നോക്കി. അങ്ങനെ ഒടിച്ച് ഇടത്തെ കൈയുടെ റേഡിയസും അള്ളയും ഒടിഞ്ഞുപോയി. ആൻഡ് വിത്ത് ഹിസ് പോക്കറ്റ് നൈഫ് ഹി സർജിക്കലി റിമൂവ്ഡ് ഹിസ് ഹാൻഡ് ആൻഡ് ഹി എസ്കേപ്ഡ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ആ പാറക്കല്ല് തന്നെയാണ് പുള്ളിക്കാരനെ രക്ഷിച്ചത്. ആ പാറക്കല്ല് വെച്ച് പുള്ളിക്കാരൻ പുള്ളിയുടെ കൈ മുറിച്ച് എസ്കേപ്പായി. ഇനി നിങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്? Is it a boulder? Is it financial issues? Is it relationship issues? Use those to bring you up. ഒരു പാറക്കല്ല് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെന്ന് കരുതി ഒരിക്കലും നിങ്ങൾ ഡൗൺ ആവരുത്. യൂസ് ദാറ്റ് ടു ഗ്രോ അപ്പ്. ഇപ്പോൾ ആരൺ റോൾസിൻ്റെ കാര്യം പറഞ്ഞാലും യൂസ് ദാറ്റ് ബോൾഡർ ടു സേവ് ഹിംസെൽഫ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾ വഴി നമ്മൾ വളരാൻ ശ്രമിക്കണം. നെവർ ഫീൽ ഡൗൺ. ആരൺ റോൾസൺ ലോസ്റ്റ് ഹിസ് ആം, but still he moved forward. He climbed many mountains after that. He's a big motivator now. What is that keeping you backwards?
ആരൺ റോൾസ്റ്റൺ അങ്ങനെ ചെയ്യാമെങ്കിൽ വൈ കാൺട്ട് യു ഡു ഇറ്റ്? നിങ്ങൾക്ക് 2 കൈയുണ്ട്, 2 കാലുണ്ട്, അതിലുപരി ഒരു മനസ്സുണ്ട്, ഒരു കോമൺ സെൻസ് ഉണ്ട്. സോ മൂവ് ഫോർവേഡ്. ഡോണ്ട് ലൂസ് ഇറ്റ്. ഐ ലവ് യു ഓൾ.